എന്തോ എനിക്കിഷ്ടായി. പാർവതി സ്വാഭാവികം. ഒന്നുകൂടെ വിളിക്കോ അത്? പാർവതി. നാണം വന്ന് പേര് വിളിച്ചപ്പോ ഇത് ചെയ്യാനാ. ഓക്കെ ശരത് സർ. ആഗ്നസ്, നല്ല പാട്ട് അതെന്താ പറയണ്ടേ, ഒരു സുഖമുള്ള ആ രാഗത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു മെലഡി. മോളെ ഇപ്പോ ഇതിനൊരു ക്യാരക്ടർ ഉണ്ട് ഈ പാട്ടിന്. ആ ഒരു സെമി ക്ലാസിക്കൽ അതിന്റെ ഒരു രുചി വേണം പാടുമ്പോഴേ. നീലരാവിൽ 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 ഇന്നു നിന്റെ താരഹാരമിളകി താരഹാരമിളകി സോമബിംബകാന്തിന്നു ശീതളാംഗമേകി. അടുത്തത് ആങ്കറിനെ വിളിക്കും. മോളെ ഈ ഇതിപ്പം ബെറ്റർ ആണ് മോള്. ആദ്യം പാടിയപ്പോ ഇങ്ങനെ അല്ലായിരുന്നു ആ പരിണയ, കേട്ടോ? ഞാൻ അതുകൊണ്ട് അത് പാടിക്കുന്നു. ആദ്യരെ അത് കഴിഞ്ഞിട്ട് കുളിരഴകിൽ ഗോരോചനമെഴുതാനണയോ, ഈ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയോ, കുളിരഴകിൽ 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 ഗോരോചനം കുളിരഴകിൽ ഗോരോചനം കുളിരഴകിൽ ഗോരോചനം. അത് എല്ലാ നൊട്ടേഷൻ്റെ ഓസിലേഷൻ പക്ക ആയിരുന്നാലേ നമുക്കത് സൗണ്ട് ആവത്തുള്ളൂ മോളെ, കേട്ടാ. പിന്നെ ആലാപ്പ് ഓക്കെ ഓക്കെ ഓക്കെ. അത് ഒരു കുറച്ചും കൂടെ നല്ല, കുറച്ചും കൂടെ അത് ഒന്ന് അഴക് വരാം. ഈ താരീന അതൊക്കെ ചുമ്മാതെ അങ്ങ് പാടാണ്ട് അപ്പം അതിനൊരു കുറച്ചും കൂടെ സുഖം ഉണ്ടാവും. പ്രേമധാര അത് മോളെ നന്നാവും, ഒന്ന് പാടാമോ അത്? ആ നീ നീ അതിനൊരു കൃത്യത. 2 തവണ ഒരു കുണുക്കിട്ടാലും 3 ഇട്ടാലും അതിനൊരു ക്ലാരിറ്റി ഉണ്ടാണ്, കേട്ടോ. അത് മോക്കത് സ്ട്രെയിനും ആവുന്നുണ്ട് മുകളിൽ. എന്താ ഇപ്പം മക്കളെ ഇതേ ഉള്ളൂ. നല്ല പാട്ട്, കുറച്ചും കൂടെ ആ ഒരു രാഗത്തിന്റെ ഒരു ഗും ഉണ്ടാവാമായിരുന്നു തോന്നി, അതേ ഉള്ളൂ, കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. ആഗ്നസ്, എന്തോ ആദ്യം തന്നെ ആഗ്നസിന് കുറച്ച് ഒരു സ്മൈലിംഗ് അല്ലെങ്കിൽ ഒരു ചിരിച്ചു പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്ത് പറ്റി? ഭയങ്കര ടെൻഷനായിരുന്നോ? പാട്ടിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി. ഇതൊരു സാഡ് സോങ് അല്ലല്ലോ, ഇതൊരു പ്ലസന്റ് സോങ് ആണ്. അപ്പൊ മോളെ അതായിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ശരത്തേട്ടൻ എല്ലാം പറഞ്ഞത് നീല താരേ 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 രാരേ, അത് അതുപോലെ സോമ അത് മിസ് ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. താന ഒരു എന്തോ കിട്ടിയില്ലല്ലോ, എന്തോ അത് പാടുന്നുള്ളൊരു സാധനം വരും. അത് ത്രൂ ഔട്ട് റിപ്പീറ്റേഷൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു ആലാപ് പാടിച്ചില്ലേ, മോള് പാടുന്നുണ്ട് പക്ഷെ ഫീൽ ഒരു സോൾ ഉണ്ടല്ലോ. ഒരു ആലാപ് പാടുമ്പോഴും അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തൊരു ആലാപ് അവിടെ വെറുതെ വെക്കുന്നത് ചരണ അനുപല്ലവിയുടെ ഇടയ്ക്ക് അതിന്റെ ഒരു ഫീൽ ഉണ്ട്. ഒന്നാമത്തെ മോള് സ്മൈൽ ഇല്ലാതെ പ്ലസ് ഫീലും കൂടി ഇല്ലാതെ പാടുമ്പം വടി ഇങ്ങനെ വെച്ച് പാടിയ പോലെ ഇരിക്കും. അപ്പം അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം മോളെ കൃത്യമായി ചൂസ് ചെയ്യുക, കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ആഗ്നസ്, എന്തോ ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സെമി ക്ലാസിക്കലിന്റെ ഒരു അപ്പർ ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ജോൺസൺ മാഷിന്റെ
നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ഈ പ്ലാൻസ് ഇത്രയും ഇടിച്ച് നിൽക്കേണ്ട, ഇത്രയും ഇടിച്ച് പാടണ്ട, കുറച്ചുകൂടി ഒന്ന് സ്മൂത്തൻ ചെയ്യാം എന്ന് ആണ് ജോൺസൺ മാഷിന്റെ മിക്ക പാട്ടുകളെ പറ്റിയിട്ടും നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇതിലുള്ള ഈ പറയുന്ന ഈ പ്ലാൻസിന്റെ ഓസിലേഷൻസ് ഒക്കെ അത് പ്രൊണൗൺസ് ചെയ്യണം, അത് കേൾക്കണം. കാരണം ഈ പാട്ടിന്റെ സ്വഭാവം അതാണ് ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ജസ്റ്റ് സിംഗിങ് ഓഫ് കോഴ്സ് യെസ്, പക്ഷെ ഇതിന് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അതിന്റെ പാർട്ടാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. മാക്സ് ചോദിക്കാം. ഷാനിക്ക, നമ്മൾ കഴിഞ്ഞ തവണ അവളോട് ചിരിച്ചു പാടാൻ പറഞ്ഞു. ഈ പാട്ടിൽ അവൾ ചിരിച്ചില്ല, അതുകൊണ്ട് 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 8. താങ്ക് യു സർ. 15.5 marks. Okay, all the best. താങ്ക് യു.